പറയുക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ മകൻ്റെ ഒരു സാക്ഷ്യം പറയുവാനായിട്ടാണ്. എൻ്റെ മകൻ എബിൻ ജോസിന് ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. KVM ഹോസ്പിറ്റലിൻ്റെ വാതിക്കൽ വെച്ച് പെട്ടെന്ന് അവൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ പെട്ടെന്ന് ബോധത്തിൽ അവൻ്റെ അപ്പനെ വിളിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ അറിയുന്നത് കൊച്ചിന് KVM ഹോസ്പിറ്റൽ ആക്കിയിരിക്കുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെല്ലണമെന്ന്. എൻ്റെ അടുത്ത വീട്ടുകാരെന്നെ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവനാകെ അബോധാവസ്ഥയിലായിട്ടാണ് തലയ്ക്കും കാലിനും കൈക്കുമൊക്കെ ഫ്രാക്ചറായിട്ട് കിടക്കുന്നു. ഹോസ്പിറ്റലുകാർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് കൊച്ചിനെ നിങ്ങൾ ഇവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൊച്ചിനെ ലക്ഷോറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് കൊച്ചിന് സീരിയസ് ആണ്, പെട്ടെന്ന് തലയ്ക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അത്രയും നേരം എൻ്റെ സഹോദരികൾ രണ്ടുപേരും വന്ന് അവരൊക്കെ മാതാവിനോട് IMSലോട്ട് വിളിച്ച് പറയുന്നു. ഈ സമയം എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മച്ചിയുടെ കേൾവി പിറ്റേ ദിവസം രാവിലെയാണ് ഈ വിവരം പറഞ്ഞത്. അന്ന് രാത്രി തന്നെ കൊച്ചിന് സർജറി ചെയ്ത് 1 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ കെട്ടിവെക്കണമെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു. പക്ഷേ മാതാവിൻ്റെ സഹായത്താൽ ഒത്തിരി ആളുകൾ ഞങ്ങളെ ആ തക്ക സമയത്ത് സഹായിച്ച് കൊച്ചിന് സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് കൊച്ചിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ്. 24 മണിക്കൂർ കഴിയാതെ ഈ കൊച്ചിന് ഒന്നും പറയാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും വിഷമിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. 24 മണിക്കൂർ കഴിഞ്ഞ് രാവിലെ ഒരു 8 മണിക്ക് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു കൊച്ച് സംസാരിക്കാൻ തുടങ്ങി. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ മകന് ഈ നിലയിൽ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഒത്തിരി സർജറികൾ വേറെ കാലിനും കൈക്കും പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്ത് കമ്പിയിട്ടുണ്ട്. ഇപ്പോൾ 5 മാസമായി എൻ്റെ മകന് ഒരു കുഴപ്പവുമില്ല, നടക്കാൻ പറ്റുന്നുണ്ട്. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ മകൻ എബിൻ ജോസ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. സർവശക്തനായ ദൈവത്തോട് മുട്ടിപ്പായി വേദനകളും പ്രയാസങ്ങളും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അവർ പ്രാർത്ഥനാ നിരതരായി ഇരുന്നത് കൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയത് മൂലം അവർക്ക് പൂർണ്ണ സൗഖ്യവും ആ അപകടത്തിൽ നിന്ന് വിടുതലും എല്ലാം ലഭിക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ